അർദ്ധരാത്രിയിലെ കനത്ത കറുപ്പിലേക്ക് സർപ്പക്കാവും തറവാടും ആണ്ടുപോയിരുന്നു. പൂജയ്ക്കിടയിൽ കഴുത്തിലെ പ്രകാശിക്കുന്ന സർപ്പമുദ്ര താങ്ങാനാവാതെ നാഗലക്ഷ്മി ഓടിമറഞ്ഞത് കാവിന്റെ അഗാധമായ ഇരുട്ടിലേക്കായിരുന്നു. കാട്ടിൽ നിന്ന് നൂറുകണക്കിന് സർപ്പങ്ങളുടെ രൗദ്രമായ ചീറ്റലുകൾ ഉയർന്നു കേട്ടപ്പോൾ തറവാട്ടിലെ ആളുകൾ ഭയന്നു വിറച്ചു. പക്ഷെ അനന്തന് ഭയം തോന്നിയില്ല. അവന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ നിസ്സഹായാവസ്ഥയും പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെടുമോ എന്ന തീവ്രമായ പേടിയും മാത്രമായിരുന്നു. അമ്മാവൻ ഉറക്കെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, "അനന്ത, നീ അങ്ങോട്ട് പോകരുത്. അവൾ സാധാരണക്കാരിയായ ഒരു പെണ്ണല്ല. അങ്ങോട്ട് ചെന്നാൽ ആ കാട്ടിലെ പാമ്പുകൾ നിന്നെ ജീവനോടെ ബാക്കി വയ്ക്കില്ല." അനന്തൻ അമ്മാവിന്റെ പിടി ബലമായി വിടുവിച്ചുകൊണ്ട് പറഞ്ഞു, "എന്നെ തടയരുത് അമ്മാവ. അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് ഈ ജീവിതം വേണ്ട. എനിക്ക് പോയേ തീരൂ." കയ്യിലൊരു ടോർച്ചുമെടുത്ത് അനന്തൻ സർപ്പക്കാവിലേക്ക് പാഞ്ഞു കയറി. മുൾച്ചെടികൾ അവന്റെ വസ്ത്രങ്ങളിൽ കൊളുത്തി വലിച്ചു. കൂർത്ത മരച്ചില്ലകൾ അവന്റെ മുഖത്തടിച്ച് മുറിവുകൾ ഉണ്ടാക്കി. എന്നാൽ അവൻ അതൊന്നും കാര്യമാക്കിയില്ല. അനന്തൻ വിളിച്ചു പറഞ്ഞു, "നാഗു, നീ എവിടെയാണ്? എന്നെ വിട്ടു പോകരുത് നീ." ടോർച്ചിന്റെ വെളിച്ചം കാടിന്റെ വള്ളിക്കെട്ടുകൾ തട്ടിച്ചിതറുമ്പോൾ അനന്തന്റെ മനസ്സിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഗലക്ഷ്മി പറഞ്ഞ ചില വിചിത്രമായ വാക്കുകൾ ഓരോന്നായി ഓർമ്മ വന്നു. നാഗലക്ഷ്മി ഇങ്ങനെയാണ് പറഞ്ഞത്: "ചില ബന്ധങ്ങൾ ഈ ജന്മത്തിൽ തുടങ്ങുന്നതല്ല അനന്തേട്ടാ, ജന്മജന്മാന്തരങ്ങളുടെ തുടർച്ചയാണ്. പക്ഷെ ആ സ്നേഹം അനന്തേട്ടന് ആപത്താണ്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വാക്കുകളിലല്ല, സമയമാകുമ്പോൾ ഈ പ്രകൃതി തന്നെ പറഞ്ഞു തരും." അനന്തൻ സ്വയം പറഞ്ഞു, "ഇല്ല നാഗു, നീ എനിക്ക് ആപത്തല്ല. ഈ തറവാടിന്റെ കാവലാളാണ് നീ. അത് മനസ്സിലാക്കാൻ എനിക്ക് വൈകിപ്പോയി." കാടിന്റെ ഏറ്റവും ഉള്ളിലേക്ക് നടക്കും തോറും വായുവിൽ അപൂർവമായ 7 പാലപ്പൂക്കളുടെ രൂക്ഷമായ സുഗന്ധം പടർന്നു. വഴിയിൽ കാണുന്ന കല്ലുകളിലും മരച്ചില്ലകളിലും വലിയ പാമ്പുകൾ അനങ്ങാതെ കിടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, അനന്തൻ നടന്നു പോകുമ്പോൾ അവയൊന്നും അവനെ ഉപദ്രവിച്ചില്ല. കാടിന്റെ മധ്യഭാഗത്തുള്ള പഴയ പായൽ പിടിച്ച നാഗത്തറയ്ക്ക് സമീപം നാഗലക്ഷ്മി വീണ് കിടക്കുന്നത് ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൻ കണ്ടു. അവളുടെ കഴുത്തിലെ സർപ്പമുദ്ര ഒരു കനൽ പോലെ ചുവന്നു തിളങ്ങുന്നുണ്ടായിരുന്നു. ശരീരം വിയർപ്പിൽ കുതിർന്ന് അവൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അനന്തൻ ഓടിച്ചെന്ന് അവളെ മടിയിലേക്ക് താങ്ങി പിടിച്ചു. "നാഗു, നിനക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കു നാഗു." നാഗലക്ഷ്മി ക്ഷീണിതയായി കണ്ണുകൾ പതുക്കെ തുറന്നു പറഞ്ഞു, "അനന്തേട്ടാ, വേണ്ട. എൻ്റെ അടുത്തേക്ക് വരരുത്. എന്നെ തൊടരുത്. അമ്മാവൻ ചെയ്ത പൂജയിലെ മന്ത്രങ്ങൾ എൻ്റെ ഉള്ളിലെ ശക്തിയെ ഉണർത്തുകയാണ്. അത് പുറത്തു വന്നാൽ ഈ തറവാട് ചാമ്പലാക്കും. എന്നെ വിട്ടിട്ട് പോകൂ അനന്തേട്ടാ." അനന്തൻ അവളുടെ കൈകൾ മുറുകെ പിടിച്ച് കണ്ണീരോടെ പറഞ്ഞു, "ഞാൻ നിന്നെ വിട്ടുപോകില്ല നാഗു. നീ ആരാണെന്ന് എനിക്ക് അറിയേണ്ട. ഈ കാവും തറവാടും നിന്നെ ഭയന്നാലും എനിക്ക് നിന്നെ ഭയമില്ല. എൻ്റെ ജീവനാണ് നീ." അനന്തന്റെ പ്രണയത്തിന്റെ ആഴവും സത്യസന്ധതയും കണ്ടതും നാഗലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പി. അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ കഴുത്തിലെ ചുവന്ന വെളിച്ചം പതുക്കെ ശാന്തമായി ഒരു സ്വർണ്ണ നിറത്തിലേക്ക് മാറി. കാവിൽ മുഴങ്ങിയിരുന്ന ഭയാനകമായ ശബ്ദങ്ങളെല്ലാം ഒടുങ്ങി. ഒരു ദിവ്യമായ ശാന്തത അവിടെ പടർന്നു. നാഗലക്ഷ്മി അവന്റെ നെഞ്ചിലേക്ക് ചാരിക്കൊണ്ട് പറഞ്ഞു, "അനന്തേട്ടന്റെ ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ശക്തി. പക്ഷെ നമ്മുടെ പ്രണയത്തിന് കാവലിരിക്കേണ്ടത് വലിയൊരു പോരാട്ടത്തിലൂടെയായിരിക്കും." അനന്തൻ നാഗലക്ഷ്മിയെ താങ്ങിപ്പിടിച്ച് തറവാട്ടിലേക്ക് തിരിച്ചെത്തിച്ചു. അവളുടെ അവസ്ഥ കണ്ട് കുടുംബാംഗങ്ങൾക്ക് അനുകമ്പ തോന്നിയെങ്കിലും മാധവമേനോന്റെ മനസ്സിൽ അടങ്ങാത്ത ക്രൂരതയും അസൂയയുമായിരുന്നു. കാരണം അയാൾ ഭയന്നത് തറവാടിന്റെ നാശത്തെയല്ല, മറിച്ച് തന്റെ പദ്ധതികൾ തകരുമോ എന്നതിനെയായിരുന്നു. സർപ്പക്കാവിന്റെ ഏറ്റവും അടിത്തട്ടിൽ നൂറ്റാണ്ടുകളായി ദേവതകൾ സംരക്ഷിക്കുന്ന അതിപുരാതനമായ സർപ്പമാണിക്യം എന്ന അപൂർവ രത്നമുണ്ട്. അത് സ്വന്തമാക്കുന്നവന് ലോകത്തിലെ എല്ലാ ഐശ്വര്യവും വശീകരണ ശക്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം. ആ മാണിക്യം സ്വന്തമാക്കുക എന്നതായിരുന്നു മാധവമേനോന്റെ യഥാർത്ഥ ലക്ഷ്യം. മാധവമേനോൻ ആലോചിക്കുന്നു, "ആ പെണ്ണ് കാവലിരിക്കുന്നിടത്തോളം എനിക്ക് ആ സർപ്പമാണിക്യം തൊടാൻ പോലും കഴിയില്ല. നാരായണൻ തിരുമേനിയെ കൊണ്ട് പൂജ ചെയ്യിച്ചിട്ടും കാര്യമുണ്ടായില്ല. ഇനി സാധാരണ പൂജകൾ കൊണ്ട് അവളെ തളയ്ക്കാൻ കഴിയില്ല. അവളെയും ആ സർപ്പക്കാവിനെയും ഒരേപോലെ തകർക്കാൻ കഴിയുന്ന ഒരാൾക്കേ ഇനി എന്നെ സഹായിക്കാൻ കഴിയൂ." അർദ്ധരാത്രിയിൽ ആരും അറിയാതെ മാധവമേനോൻ തന്റെ കാറുമെടുത്ത് കരിമലക്കാടുകളിലേക്ക് തിരിച്ചു. അവിടെയാണ് ദുർമന്ത്രവാദവും അമാനുഷിക ശക്തികളും കൈമുതലായുള്ള ഭൈരവൻ എന്ന ക്രൂരനായ മാന്ത്രികൻ ജീവിക്കുന്നത്. കരിമലയുടെ മുകളിലെ ഇരുണ്ട കൂരയ്ക്ക് മുന്നിൽ തീകുണ്ടങ്ങൾക്ക് നടുവിൽ ഭൈരവൻ ഇരിക്കുകയായിരുന്നു. അവന്റെ മുഖത്തെ വികൃതമായ ചിരിയും കഴുത്തിലെ തലയോട്ടി മാലകളും ആരെയും ഭയപ്പെടുത്തുന്നതായിരുന്നു. മാധവമേനോൻ പറഞ്ഞു, "ഭൈരവാ, എനിക്ക് കാവിലെ മഠത്തിലെ സർപ്പമാണിക്യം വേണം. പക്ഷെ അതിന് തടസ്സമായി ആ തറവാട്ടിൽ സർപ്പമുദ്രയുള്ള ഒരു പെണ്ണുണ്ട്. അവളെ തളയ്ക്കണം." ഭൈരവൻ ചോര കണ്ണുകളോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഹഹാ, സർപ്പക്കാവിലെ കാവലാളോ?
എത്ര വലിയ നാഗശക്തിയാണെങ്കിലും എൻ്റെ രക്തബന്ധന പൂജയ്ക്ക് മുന്നിൽ അവൾ തകരും മേനോനെ. പക്ഷെ ആ മാണിക്യം കിട്ടിയാൽ അതിൻ്റെ പകുതി വില എനിക്ക് തരണം. മാധവമേനോൻ പറഞ്ഞു. സമ്മതം ഭൈരവ. അവളെ തളച്ച് മാണിക്യം എൻ്റെ കയ്യിൽ എത്തിച്ചാൽ നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരാം. അടുത്ത ദിവസം പ്രഭാതത്തിൽ കാവിൽ മഠത്തിന്റെ വലിയ പടിപ്പുര കടന്ന് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഭൈരവനും അവന്റെ ഗൂഢസംഘവും നടന്നെത്തി. ഭൈരവൻ തറവാടിന്റെ മുറ്റത്തേക്ക് കാൽ വെച്ചതും അവിടുത്തെ പൂച്ചെടികൾ വാടിത്തറഞ്ഞു. ആകാശത്ത് പെട്ടെന്ന് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടി. തറവാടിന്റെ പൂമുഖത്ത് അനന്തന്റെ അരികിൽ നിൽക്കുകയായിരുന്ന നാഗ പെട്ടെന്ന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭൈരവന്റെ ക്രൂരമായ കണ്ണുകൾ അവളിലേക്ക് തറഞ്ഞു നിൽക്കുന്നത് കണ്ടു. നാഗലക്ഷ്മി മനസ്സിൽ പറഞ്ഞ് ഭയപ്പെടുന്നു. ഈ ദുർശക്തി ഇത് തറവാടിനെ തകർക്കാനാണ് എത്തിയിരിക്കുന്നത്. അനന്തേട്ടന്റെ ജീവന് ഇത് അപകടമാണ്. വലിയൊരു ധർമ്മയുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്.